ഫ്രണ്ട്സ്, ദീപാസ് മാത്ത് ലോജിക്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ CBSE 8th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സ് ചാപ്റ്റർ 1 റാഷണൽ നമ്പേഴ്സിലെ സെക്കൻഡ് പ്രോപ്പർട്ടിയായ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ് നോക്കിയത്. അതിൽ റാഷണൽ നമ്പേഴ്സിൽ അഡിഷനും മൾട്ടിപ്ലിക്കേഷനും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് ആണെന്നും ഡിവിഷനും സബ്ട്രാക്ഷനും സാറ്റിസ്ഫൈഡ് അല്ല എന്ന് നമ്മൾ കണ്ടു. ഇനി അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അസോസിയേറ്റിവിറ്റിയാണ്. റാഷണൽ നമ്പേഴ്സിൻ്റെ അസോസിയേറ്റിവിറ്റി ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഹോൾ നമ്പേഴ്സിൻ്റെയും ഇൻറ്റീജേഴ്സിൻ്റെയും അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കും. അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത് മൂന്നോ അതിൽ കൂടുതലോ നമ്പേഴ്സിനെ ഏത് ഓർഡറിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്താലും കിട്ടുന്ന ആൻസർ സെയിം ആകണം. അല്ല എങ്കിൽ ആൻസർ സെയിം അല്ല എങ്കിൽ അത് അസോസിയേറ്റീവ് അല്ല എന്ന് പറയും. അപ്പോൾ നമുക്ക് ഹോൾ നമ്പേഴ്സിൻ്റെ അസോസിയേറ്റിവിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഹോൾ നമ്പേഴ്സിൽ അഡിഷനിൽ അസോസിയേറ്റീവ് ചെക്ക് ചെയ്യുന്നതിന് 3 നമ്പേഴ്സ് എടുക്കുന്നു. 5 + 3 + 4. ആദ്യത്തെ 2 നമ്പേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യുന്നു. ഇനി ബ്രാക്കറ്റിനകത്തുള്ള ഓപ്പറേഷൻ ചെയ്യണം. ആദ്യം 5 + 3 = 8. 8 + 4 = 12. ഇനി ലാസ്റ്റ് 2 നമ്പേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യുന്നു. 5 + 3 + 4. 5 + 3 + 4 = 7. 5 + 7 = 12. ആൻസേഴ്സ് സെയിം ആയിട്ട് കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് 5 + 3 + 4 = 5 + 3 + 4. അതുകൊണ്ട് എന്ത് പറയാം? അഡിഷൻ ഈസ് അസോസിയേറ്റീവ് ഫോർ ഹോൾ നമ്പേഴ്സ്. അഡിഷൻ ഈസ് അസോസിയേറ്റീവ് ഫോർ ഹോൾ നമ്പേഴ്സ്. ജനറലായിട്ട് പറയാം, ഇഫ് A, B and C are any 3 whole numbers, then A plus B plus C equal to A plus B plus C. അപ്പോൾ ഹോൾ നമ്പേഴ്സിൽ അഡിഷനിൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് ആണ്. ഇനി സബ്ട്രാക്ഷനിൽ ചെക്ക് ചെയ്ത് നോക്കാം. അതിനായി 3 നമ്പേഴ്സ് എടുക്കുന്നു. 7 - 2 - 1. 7 - 2 is 5 - 1. 5 - 1 is 4. നെക്സ്റ്റ് ലാസ്റ്റ് 2 നമ്പേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യുന്നു. 7 - 2 - 1. 7 - 2 - 1 is 1. So 7 - 1 is 6. So we can say that 7 - 2 - 1 is not equal to 7 - 2 - 1. ആൻസേഴ്സ് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് ഇത് നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞത്. സോ എന്ത് പറയാം? സബ്ട്രാക്ഷൻ ഈസ് നോട്ട് അസോസിയേറ്റീവ് ഫോർ ഹോൾ നമ്പേഴ്സ്. ജനറലായിട്ട് ഇഫ് A, B and C are any 3 whole numbers, then A minus B minus C not equal to A minus B minus C. സബ്ട്രാക്ഷൻ്റെ കേസിലും എന്താണ്? അസോസിയേറ്റിവിറ്റി ചെക്ക് ചെയ്ത് നോക്കി, അത് സാറ്റിസ്ഫൈഡ് അല്ല എന്ന് കണ്ടു. ഇനി അടുത്തത് മൾട്ടിപ്ലിക്കേഷനിൽ. മൾട്ടിപ്ലിക്കേഷനിൽ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി 3 നമ്പേഴ്സ് എടുക്കുന്നു. 7 × 2 × 5 is equal to 7 × 2 is 14 × 5. 14 × 5 is 70. നെക്സ്റ്റ് 7 × ലാസ്റ്റ് 2 നമ്പേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യുന്നു. എന്നിട്ട് ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യണം. 2 × 5 is 10. 7 × 10 is 70. ആൻസേഴ്സ് സെയിം ആയിട്ട് കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് 7 × 2 × 5 is equal to 7 × 2 × 5. That is, multiplication is associative for whole numbers. Generally, if
A, B and C are any 3 whole numbers, then A into B into C is equal to A into B into C. മൾട്ടിപ്ലിക്കേഷനിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് കണ്ടു. ഇനി ഡിവിഷൻ്റെ കേസ് നോക്കാം. ഡിവിഷനിൽ ചെക്ക് ചെയ്യുന്നതിന് 3 നമ്പേഴ്സ് എടുക്കുന്നു. 40 ഡിവൈഡഡ് ബൈ 10 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു, ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യുക. 40 ഡിവൈഡഡ് ബൈ 10 ഈസ് 4. 4 ഡിവൈഡഡ് ബൈ 2. 4 ഡിവൈഡഡ് ബൈ 2 ഈസ് 2 തന്നെ വരും. ഇനി ലാസ്റ്റ് 2 നമ്പേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യുന്നു. 40 ഡിവൈഡഡ് ബൈ 10 ഡിവൈഡഡ് ബൈ 2. ഇറ്റ് ഈസ് 40 ഡിവൈഡഡ് ബൈ 10 ഡിവൈഡഡ് ബൈ 2 ഈസ് 5. 40 divided by 5 is 8. Answers different കിട്ടി. So we can say that 40 divided by 10 divided by 2 not equal to 40 divided by 10 divided by 2. Therefore, division is not associative for whole numbers. ജനറലായിട്ട് എങ്ങനെ പറയാം? ഇഫ് എ, ബി ആൻഡ് സി ആർ എനി 3 whole numbers, then A divided by B divided by C not equal to A divided by B divided by C. അപ്പോൾ ഡിവിഷൻ്റെ കേസിൽ അസോസിയേറ്റിവിറ്റി സാറ്റിസ്ഫൈഡ് അല്ല. നമ്മൾ ഹോൾ നമ്പേഴ്സിൻ്റെ കേസിൽ അസോസിയേറ്റിവിറ്റി ചെക്ക് ചെയ്തപ്പോൾ അഡിഷനും മൾട്ടിപ്ലിക്കേഷനുമാണ് അസോസിയേറ്റീവ് ആകുന്നത്, സബ്ട്രാക്ഷനും ഡിവിഷനും നോട്ട് അസോസിയേറ്റീവ് ആണെന്ന് കണ്ടു. ഇനി അടുത്തതായി ഇൻറ്റീജേഴ്സിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇൻറ്റീജേഴ്സിൽ അഡിഷൻ്റെ കേസ് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായി 3 നമ്പേഴ്സ് എടുക്കുന്നു. -2 +3 +-5 is equal to, ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യുന്നു. -2 + 3 is 1. ഡിഫറൻസ് സൈൻ ആയതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്തിട്ട് ലാർജറിൻ്റെ സൈൻ പ്ലസ് -5. ഇവിടെ അതുപോലെ തന്നെ ഡിഫറൻസ് സൈൻ ആയതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്തിട്ട് ലാർജറിൻ്റെ സൈൻ. 5 - 1 is 4, സൈൻ ഈസ് മൈനസ്, സോ -4. ഇനി ലാസ്റ്റ് 2 നമ്പേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യുന്നു. -2 + 3 +-5. -2 + 3 +-5. ലാർജറിൽ നിന്ന് സ്മോളർ സബ്ട്രാക്ട് ചെയ്തിട്ട് ലാർജറിൻ്റെ സൈൻ. 5 - 3 is 2, സൈൻ ഈസ് നെഗറ്റീവ്. സെയിം സൈൻ ആയതുകൊണ്ട് ആഡ് ചെയ്തിട്ട് ആ സൈൻ കൊടുക്കുക. 2 + 2 is 4, സൈൻ -4. ആൻസേഴ്സ് സെയിം ആയിട്ട് കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് -2 + 3 +-5 is equal to -2 + 3 +-5. So addition is associative for integers. ജനറലായിട്ട് if A, B and C are any 3 integers, then A plus B plus C is equal to A plus B plus C. അഡിഷനിൽ അസോസിയേറ്റിവിറ്റി സാറ്റിസ്ഫൈഡ് ആണ്. ഇനി സബ്ട്രാക്ഷനിൽ ചെക്ക് ചെയ്തു. അതിനുവേണ്ടി 3 നമ്പേഴ്സ് എടുക്കുന്നു. -1 -6 -3 is equal to -1. ഫസ്റ്റ് നമ്പർ അതുപോലെ എഴുതുക, സബ്ട്രാക്ഷന് പകരം അഡിഷൻ കൊടുക്കുക, എന്നിട്ട് സെക്കൻഡ് നമ്പറിൻ്റെ സൈൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ +6 ആണ്, അപ്പോൾ -6.
മൈനസ് 3 ഇസ് ഈക്വൽ ടു സെയിം സൈൻ ആയതുകൊണ്ട് ആഡ് ചെയ്തിട്ട് ആ സൈൻ കൊടുക്കുക. -1 + 6 ഈസ് 7, -7 വരും ആൻസർ -3. നെക്സ്റ്റ് ഫസ്റ്റ് നമ്പർ അതുപോലെ എഴുതുക, അഡിഷൻ കൊടുക്കുക, സെക്കൻഡ് നമ്പറിൻ്റെ സൈൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. 3യുടെ സൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പോസിറ്റീവാണ്, സോ നെഗറ്റീവ്. സെയിം സൈൻ ആണെങ്കിൽ ആഡ് ചെയ്തിട്ട് ആ സൈൻ. 7 + 3 ഈസ് 10, സൈൻ ഈസ് മൈനസ്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് 2 നമ്പേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യാം. -1 - 6 - 3. -1 - 6 - 3 ഈസ് 3. ഇതിനെ -1 സബ്ട്രാക്ഷന് വരും, അഡിഷൻ കൊടുക്കുക, സെക്കൻഡ് നമ്പറിൻ്റെ സൈൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. മൈനസ് സെയിം സൈൻ ആണെങ്കിൽ ആഡ് ചെയ്തിട്ട് ആ സൈൻ കൊടുക്കുക. 3 + 1 ഈസ് 4, സൈൻ -4. അപ്പോൾ ആൻസേഴ്സ് ഡിഫറെൻ്റ് ആയിട്ട് കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് -1 - 6 - 3 not equal to -1 - 6 - 3. That is, subtraction is not associative for integers. General ആയിട്ട് എങ്ങനെ പറയാം? If A, B and C are any 3 integers, then A minus B minus C equal to A minus B minus C. അപ്പോൾ ഇൻറ്റീജേഴ്സിൽ സബ്ട്രാക്ഷനിൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് അല്ല. ഇനി മൾട്ടിപ്ലിക്കേഷനിൽ ചെക്ക് ചെയ്ത് നോക്കാം. മൾട്ടിപ്ലിക്കേഷനിൽ അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാനായിട്ട് 3 നമ്പേഴ്സ് എടുക്കുന്നു. 10 × -2 × -5 is equal to 10 × -2 is -20 into -5 is equal to സെയിം സൈൻ ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പോസിറ്റീവ് സൈൻ. 20 × 5 ഈസ് 100. ഇനി ലാസ്റ്റ് 2 നമ്പേഴ്സ് ഗ്രൂപ്പ് ചെയ്യുന്നു. 10 × -2 × -5 is equal to 10 × സെയിം സൈൻ ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പോസിറ്റീവ് സൈൻ. 5 × 2 ഈസ് 10. ആൻസർ ഈസ് 100. ആൻസേഴ്സ് സെയിം ആയി. ദാറ്റ് ഈസ് 10 × -2 × -5 is equal to 10 × -2 × -5. So we can say that multiplication is associative for integers. General ആയിട്ട് എന്ത് പറയാം? If A, B and C are any 3 integers, then A into B into C is equal to A into B into C. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണെന്ന് കിട്ടി. ഇനി ഡിവിഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ഡിവിഷൻ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3 നമ്പേഴ്സ് എടുക്കുന്നു. -10 divided by 2 divided by -5 is equal to -10 divided by 2. ഡിഫറെൻറ്റ് സൈൻ ആയതുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കുക. 10 divided by 2 is 5, സൈൻ ഈസ് നെഗറ്റീവ്. ഡിവൈഡഡ് ബൈ -5 സെയിം സൈൻ ആയതുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് പോസിറ്റീവ് സൈൻ. 5 divided by 5 ഈസ് 1 വരും, പോസിറ്റീവ് സൈനാണ്. ഇനി ലാസ്റ്റ് 2 നമ്പേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യുന്നു. -10 divided by 2 divided by -5 is equal to -10 divided by 2 divided by -5 എങ്ങനെ എഴുതാം? 2 by -5. ഇനി -10 ഡിവിഷൻ മാറ്റി മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കുക. ഇനി ഇതിൻ്റെ റെസിപ്രോക്കൽ -5/2 വരും.
10ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്ത് 5 ആവും. ദാറ്റ് ഈസ് -5 ഇൻറ്റു -5 ഇസ് ഈക്വൽ ടു -25. കാരണം സെയിം സൈൻ ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പോസിറ്റീവ് സൈൻ. ഇതിന് എന്ത് പറയാം, ആൻസേഴ്സ് ഡിഫറെൻ്റ് ആണ്. സോ വി ക്യാൻ റൈറ്റ് -10 divided by 2 divided by -5 not equal to -10 divided by 2 divided by -5. That division is not associative for integers. General ആയിട്ട് if A, B and C are any 3 integers, then A divided by B divided by C is not equal to A divided by B divided by C. അപ്പോൾ ഇൻറ്റീജേഴ്സിൻ്റെ കേസിൽ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ അഡിഷനും മൾട്ടിപ്ലിക്കേഷനും അസോസിയേറ്റീവ് ആണെന്നും സബ്ട്രാക്ഷനും ഡിവിഷനും നോട്ട് അസോസിയേറ്റീവ് ആണെന്നും കിട്ടി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് ഹോൾ നമ്പേഴ്സിൻ്റെയും ഇൻറ്റീജേഴ്സിൻ്റെയും അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യുകയായിരുന്നു. അതിൽ ഹോൾ നമ്പേഴ്സിൽ ഇൻറ്റീജേഴ്സിലും അഡിഷനിലും മൾട്ടിപ്ലിക്കേഷനിലും അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് ആണെന്നും സബ്ട്രാക്ഷനിലും ഡിവിഷനിലും അസോസിയേറ്റിവിറ്റി നോട്ട് സാറ്റിസ്ഫൈഡ് ആണെന്നും കിട്ടി. റാഷണൽ നമ്പേഴ്സിൻ്റെ അസോസിയേറ്റിവിറ്റി അടുത്ത ക്ലാസ്സിൽ ചെക്ക് ചെയ്യാം. ഈ ക്ലാസ് ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.